ഹായ് ഓൾ, ഹസൻ ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുന്നേ ആയിട്ട് നമ്മൾ അഡ്വാൻസ് ഈദ് ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. നമ്മളുടെ വീഡിയോ ലൈവ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈദ് വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. നല്ലൊരു വർഷം കൂടി നിങ്ങൾക്ക് വരട്ടെ, അതേപോലെ തന്നെ ആരോഗ്യവും അതൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ ഹസൻ ബേബീസിൻ്റെ പേരിൽ അത് ആശംസകൾ നേരുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ പീരിയഡ് പാൻറ്റിയാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ അല്ലേ, പീരിയഡ് പാൻറ്റിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പീരിയഡ് പാൻറ്റിയുടെ ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പല ബ്രാൻഡുകളുടെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇത് ചെയ്യാൻ കാരണമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നും നമുക്ക് കസ്റ്റമേഴ്സിലെ അതായത് ഒരു ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണ വെച്ച് ഞാൻ ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ടില്ലേ നമ്മൾ കാണിച്ചിരുന്നു. ഒന്ന് ഇതേപോലത്തെ ഒരു പാൻറ്റിയും ഒന്ന് നോർമൽ ലീക്ക് പ്രൂഫ് പാൻറ്റിയും ആയിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് ചില കസ്റ്റമേഴ്സിന് പാഡ് യൂസ് ചെയ്യാതെ എന്താ പറയുക, പീരിയഡ് പാൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾ അങ്ങനെ ചെയ്തു നോക്കി എന്നൊക്കെ പറഞ്ഞ് കസ്റ്റമേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോയിൽ അങ്ങനെ പറയുന്നില്ല, പാഡ് യൂസ് ചെയ്യണ്ടെന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും പീരീഡിൻ്റെ ടൈമിലുള്ള ഒരു ബ്ലീഡിങ്ങിൻ്റെ എമ്മലും കാര്യങ്ങളും ഒന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ വീഡിയോയിലായാലും ഈ വീഡിയോയിലായാലും പറയുന്നത്, നമ്മളുടെ ഒരു 4th ഡേ കഴിഞ്ഞ് നമ്മുടെ ഫ്ലോ എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റീസിന് കംഫർട്ടബിൾ ആകുന്ന, എസ്പെഷ്യലി നമ്മളുടെ കുഞ്ഞുമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീനേജ് ആയി പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇപ്പം ഈ ഏപ്രിൽ മെയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി സ്കൂൾ ടൈം വരികയാണ്. അപ്പോൾ സ്കൂൾ ടൈം ആകുമ്പോഴത്തേക്കും ഈ ഒരു ടൈപ്പ് വാങ്ങിച്ചാൽ മതിയോ എന്ന് വിചാരിച്ചാൽ ചില സമയത്ത് ഇത് സൈസ് നല്ല രീതിയിൽ കട്ടാവാറുണ്ട്, കിട്ടാനും നല്ല ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങൾ നോക്കി നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ ഓർഡർ എടുത്ത് വെച്ച് നമ്മൾ പ്രീ ബുക്കിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മോഡലും ഈ ഒരു മോഡലും 2 തരത്തിലുള്ള ഫാബ്രിക്കാണ്. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മളുടെ കോട്ടൺ ബാംബൂവിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ, അതായത് ഇതുണ്ടോ, കാണുമ്പോൾ തന്നെ ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിനകത്ത് നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു പാഡ് വെക്കുന്നുണ്ട്. ചെറിയൊരു പാഡ് വെച്ചിട്ടാണ് ഈ ഒരു പാൻറ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ ഇത് പ്യുവർ കോട്ടൺ ആണ്, നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ പാഡ് വെച്ചിട്ടുണ്ട്. അപ്പം ചിലവർക്ക് കോട്ടൺ ആവുമ്പം ഈ ഒരു പാഡും കൂടെ ചെല്ലുന്നതുകൊണ്ട് ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു, ഇപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയ്ക്കൊക്കെ കൊടുത്തപ്പോഴും ഞാൻ യൂസ് ചെയ്തപ്പോഴും എനിക്ക് തോന്നിച്ച ഒരു കാര്യം, കുറച്ച് ഹെവി ആണോ എന്ന്. അപ്പം ഇത്രയോടെ ലൈറ്ററായിട്ട്, കാരണം വണ്ണമുള്ളവർക്ക് അല്ലെങ്കിൽ തുടയ്ക്ക് വണ്ണമൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇച്ചിരിയോടെ ഒരു ലൈറ്ററായിട്ടുള്ള ഒരു ഫാബ്രിക് ആണെങ്കിൽ, ലൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണെങ്കിൽ നല്ലതാണെന്നുള്ളൊരു തോന്നിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോഡലും കൂടെ വെച്ചത്. ഈ ഒരു മോഡലിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, ആ വീഡിയോയുടെ ലിങ്കും കൂടെ ഇതിനകത്ത് ഇട്ടേക്കാം, ഞാനൊരു വെള്ളം ഒഴിച്ചൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ 4th ഡേയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഈ ഒരു പാൻറ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പാഡ് വെക്കാതെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. പാഡ് വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ക്ലോത്തിൻ്റെ ഒരു മെറ്റീരിയലും കാര്യങ്ങളാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു പാഡിൻ്റെ ഒരു ഇത് കണ്ടോ, ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ അത് അബ്സോർബ് ആവും. ഇൻ കേസ് ലീക്ക് ആയാലും ഈ പാൻറ് തന്നെ ഒന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ ഷോപ്പിൽ പിള്ളേർ പറഞ്ഞു, മാഡം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ വാങ്ങിക്കുന്നവർ വീണ്ടും വാങ്ങിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് അവർ പാഡ് വെച്ചല്ല യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരിക്കലും പറയത്തില്ല പാഡ് വെക്കണ്ട എന്ന് നമ്മൾ പറയില്ല. അത് നിങ്ങളുടെ ബ്ലീഡിങ് നോക്കി നിങ്ങൾ അത് ചൂസ് ചെയ്യുക. പിന്നെ 2 മെറ്റീരിയൽ ഉണ്ട്, അത്
കുറച്ചും കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റും ആയിട്ടും നോർമൽ കോട്ടൺ ആയിട്ടും സൈസസ് ഈ ഒരെണ്ണം വെച്ചിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ 4XL വരെ അല്ലേ, 4XL വരെ ഉണ്ട്, നമ്മൾ സ്മോൾ തൊട്ടിട്ടല്ലേ. അതേപോലെ ഇതാണെന്നുണ്ട് ഈ 2XL 3XL വരെയും ഇതും വെച്ചിട്ടുണ്ട്, അതായത് സ്മോൾ തൊട്ടിട്ടല്ലേ. അപ്പം ഇത് രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത് 499 ആണ്. സൈസ് ഡിഫറൻസ് അനുസരിച്ച് ചെറിയ രീതിയിലൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു എന്താ റേറ്റിന് ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വരും. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകതയല്ല, വാഷ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്യണം. കാരണം നമ്മളിത് ഇങ്ങനെ പിഴിയരുത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ക്യൂസ് ചെയ്യാവനെ ഇങ്ങനെ ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ പാടുള്ളേ. കാരണം തിരിച്ച് പിഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ അബ്സോർബൻസിനൊക്കെ ഒരു കുറവ് സംഭവിക്കും. അതേപോലെ തന്നെ ഇതിന് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളിത് ഒരിക്കലും മെഷീൻ വാഷ് ചെയ്യില്ലല്ലോ, നമ്മൾ എന്തായാലും ഹാൻഡ് വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനത് പറഞ്ഞത്, അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഈ ഒരു പാൻറ്റി 6 months ആണ് കേട്ടോ കമ്പനി പറയുന്നത്. നമുക്ക് കമ്പനി പാക്കിൽ അത് കൊടുക്കുന്നുണ്ട്, ഒരു 6 months ആണ് അത് പറയുന്നത്. ഇതിൻ്റെ ഒരു അബ്സോർബൻസി എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ 4th ഡേയിൽ. അതേപോലെ വൈറ്റ് ഡിസ്ചാർജ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാഡ് ഇല്ലാതെ, ഇപ്പം ചിലവർ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ പോകുന്ന സമയത്ത് പാഡ് വെച്ച് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഡ് ഇല്ലാതെ യൂസ് ചെയ്യാം. വൈറ്റ് ഡിസ്ചാർജ് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. വൈറ്റ് ഡിസ്ചാർജ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പാഡില്ലാതെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതേ സമയത്ത് 4th day 5th ഡേയിൽ പാഡിന് പകരമായിട്ട്, കാരണം നമുക്കൊന്ന് എന്താ പറയുക, ചില സമയത്തായിരിക്കും ഒരു ഡ്രോപ്പ് വീഴുന്നത് ഒക്കെ ഉള്ള സമയത്ത് ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലീഡിങ് കുറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്ന ടൈപ്പ് മോഡൽസാണ് ഇതെല്ലാം വരുന്നത്. ഇനി ഈ ഒരു മോഡലിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനെ പറയുന്നത് തന്നെ പീരിയഡ് പാൻറ്റി ലീക്ക് പ്രൂഫ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആ വാക്കിൽ തന്നെയുണ്ട്, നമ്മളുടെ പീരിയഡ്സ് ടൈമിൽ നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോഴോ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്തോ നമ്മൾക്ക് ഓവർഫ്ലോ വരുമോ അല്ലെങ്കിൽ പുറത്തേക്ക് എന്തെങ്കിലും ആകുമോ ചെയ്യുമ്പോൾ പാൻറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് മാറ്റണോ അല്ലേ, അല്ലെങ്കിൽ കാരണം നമ്മൾ ഡ്രസ്സിൽ വീണാലോ അങ്ങനെയാണെന്നുള്ള ഒരിത് തന്നെ. ഇതിലാകുമ്പം അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോട്ടിങ് നിങ്ങൾ വിചാരിക്കും വേറെ എന്തെങ്കിലും നമ്മളുടെ ശരീരത്തിന് ചൂടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടാക്കുമോ ഇല്ല. ഇതിനകത്താണ് ആ കോട്ടിങ് വെച്ചിട്ട് ഒരു ബ്ലാക്ക് കോട്ടൺ ക്ലോത്ത് വെച്ച് അവർ അത് സ്റ്റിച്ച് ചെയ്തിരിക്കുവാണ്. ഓരോ ബ്രാൻഡിൻ്റെനും അതിൻ്റെ ഒരു കോട്ടിങ്ങിൻ്റെ ഏരിയ ഡിഫറൻസ് വരുന്നത്. ഇപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെയാണ് കോട്ടിങ്ങിൻ്റെ ഏരിയ നിൽക്കുന്നത് ഫ്രണ്ട് പോർഷൻ ആണെങ്കിൽ. അതേ സമയത്ത് ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ പോർഷൻ, കാരണം നമ്മൾ വണ്ണമുള്ളവരുണ്ടാവും, പല രീതിയിലുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ കോട്ടിങ് ഓരോ ബ്രാൻഡിൻ്റെനും അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. ബാക്ക് പോർഷൻ പോകാനാണെങ്കിൽ അതെ ഒരു ഹോൾ ഏരിയ, അത്യാവശ്യം ഒരു ഹോൾ ഏരിയ നിൽക്കുന്നുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ ഒരു ഏരിയയിലാണ് ഇത് ഇതിൻ്റെ സൈസ് 90 ലാർജ് സൈസിലുള്ളവരുടെ ഒരു രീതിക്ക് അനുസരിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഏരിയ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഒരു ബാക്ക് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ. ഇനി ഇതേപോലെയാണ് അത് ഫ്രണ്ട് പോർഷൻ ഞാൻ കാണിച്ചു. ബാക്ക് പോർഷനിലെ ഒരു കോട്ടിങ്ങും കാര്യങ്ങളും വരുന്നത് ഇതേപോലെയാണ് കണ്ടോ, ഇതേപോലെയാണ് അത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു പല ഇതായിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സൈസസ് വരുന്ന സ്മോൾ തൊട്ടിട്ട് നമുക്ക് 2XL വരെയും സൈസസ് അവൈലബിൾ ആണ്. ഇത് 300 rupees ആണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ സൈസ് അനുസരിച്ച് സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാകും. ഇതും ഏറെക്കുറെ ആ ഒരു റേഞ്ചാണ് വരുന്നത്. പാക്ക് ഓഫ് 2 ആയിട്ടാണ്. ഒരു പാൻറ്റിക്ക് 245. അപ്പോൾ നമ്മൾ പാക്ക് ഓഫ് 2 ആയിട്ടാട്ടോ കൊടുക്കുന്നത്. അതായത് ഒരു പാക്കറ്റിനകത്ത് 2 പാൻറ്റീസ് അങ്ങനെയാണ് വരുന്നത്. ഒരു പാൻറ്റിയുടെ വിലയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ പീരീഡിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ചിലവർക്ക് കോട്ടൺ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ഒരു തോന്നൽ വരും. കോട്ടൺ തുണിയോ അല്ലെങ്കിൽ കോട്ടൺ മെറ്റീരിയലിൻ്റെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാഡ് കിട്ടും. അപ്പോൾ ഈ പാഡ് നമുക്ക് ഇതേപോലെ ഊരി എടുക്കാവുന്നതാണ്. അടിയിലത്തെ പോർഷൻ വന്നിട്ട് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് അത് നമ്മുടെ ഒരു എന്താ പറയുക പ്രൈവറ്റ് പാർട്ടിൽ നമുക്ക് ടച്ച് ആവുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം നമ്മളിത് പാഡ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നല്ലോ. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമുക്ക് വരിക ഇതേപോലെ. ഇനി
നമുക്ക് അതേപോലെ തന്നെ നമ്മളുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു കുഞ്ഞു മക്കൾക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ രീതികളും കാര്യങ്ങളും വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അത് ഒരു നോർമൽ ഒരു പാഡാണ്. ആ പാഡ് നമുക്ക് വാഷ് ചെയ്ത് എന്താ പറയുക, ക്ലോത്ത്, അതായത് പാൻറ്റിയും വാഷ് ചെയ്യണം, ആ ഒരു പാഡും വാഷ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്ത് എടുത്ത് വെക്കാം. സൈഡിൽ വരുന്നത് ഇതേപോലെ തന്നെ എലാസ്റ്റിക്കും കാര്യങ്ങളുമാണ് സൈഡിൽ ഇതിനകത്ത് വരുന്നത്. ഇത് നമുക്ക് സ്മോള് തൊട്ടിട്ട് 2XL വരെ നമുക്ക് ഷോപ്പിൽ റെഡി ടു ഡെസ്പാച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. പാക്ക് ഓഫ് ഒരെണ്ണം, അതായത് 1 ആയിട്ടാണ്, പാക്കറ്റിൽ ഒരെണ്ണം 220 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ഇതേപോലെ പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇതേ കണ്ടോ, ഇതേപോലെ പാഡ് വെച്ച് യൂസ് ചെയ്യുന്നതാണ്. ഇതേപോലെ ഓൾറെഡി ഈ പാൻറ്റിയുടെ ഒപ്പം ഈ പാഡ് ഉണ്ട്. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പറയണം. കാരണം പാഡ് വെച്ച പാൻറ്റി തരാൻ പറയുമ്പോൾ ഇതാണ് നിങ്ങൾക്ക് തരണ്ടാവുക. ഇനി അതേപോലെ തന്നെ പീരീഡിൻ്റെ ലീക്ക് പ്രൂഫ് പാൻറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും, ഇതിനെ നമ്മൾ അബ്സോർബ് പാൻറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെയുമാണ് നമുക്ക് തരാം. അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടിക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്യാം. സൈസ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം വാങ്ങിച്ച് വെക്കാവുന്നതാണ്. കാരണം ലാസ്റ്റ് മെയ് ആകുമ്പോഴത്തേക്കും നമുക്കിതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാനും പാടാകും. ഒപ്പം തന്നെ നമുക്ക് കട്ട് സൈസും ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിപ്പം. കുഞ്ഞു മക്കൾക്ക് എസ്പെഷ്യലി ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മളും ഓക്കെയാണ്, പക്ഷെ എന്നാലും കുഞ്ഞുങ്ങൾക്കാണ് കുറച്ചും കൂടെ കോളേജിൽ പോകുന്ന ടീനേജ് പിള്ളേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന മക്കൾക്ക്, ഇവർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു മോഡൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നത്, വീണ്ടും ആവർത്തിച്ച് പറയുവാണ്, പാഡ് ഇല്ലാതെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം ഇത് വാങ്ങിച്ചു നോക്കിയിട്ട് നിങ്ങൾ പാഡ് ഇല്ലാതെ യൂസ് ചെയ്തിട്ട് അതങ്ങനെ പറഞ്ഞ പോലെ യൂസ് ആവുന്നില്ലല്ലോ, എടുക്കുന്നില്ലല്ലോ എന്ന് പറയരുത്. നമുക്ക് കടയിൽ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഈ ഒരു പ്രോഡക്റ്റ് പാഡ് ഇല്ലാതെ യൂസ് ചെയ്ത് നമുക്ക് വീണ്ടും പാൻറ്റി വാങ്ങിക്കുന്നുണ്ട്. കാരണം ഒരെണ്ണം കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം ഒരു 3 കാരണം കീപ്പ് ചെയ്താലേ അത് പറ്റത്തുള്ളൂ. വാഷ് ചെയ്ത് ഇത് ചെയ്യണ്ടേ, ഉണങ്ങണ്ടേ കുറച്ച്, കാരണം ഇച്ചിരി കട്ടിയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കി വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.